ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് എടുക്കുന്നത് ആക്സിലറേഷൻ, ആസ്കിലറേഷൻ, അങ്ങനെയും പറയും. എന്നതാ ഈ സംഭവം എന്ന് ചോദിച്ചാല് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചെന്നാൽ ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ അതിന് ഒന്ന് രണ്ട് ഗ്രാഫ്, പിന്നെ വേറെ ഒന്ന് രണ്ട് പ്രോബ്ലംസ്, പിന്നെ നമ്മൾ ഒന്ന് രണ്ട് സ്പെഷ്യൽ കേസസിന്റെ കുറച്ച് ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസ് ട്രാവലിന്റെ ഒക്കെ റേഷ്യോസ്. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, മൂന്നാമത്തെ സാധനമാണ് ആക്സിലറേഷൻ. ഇവര് മൂന്ന് നമുക്ക് ആവശ്യമുണ്ട്. ഇവരെ മൂന്ന് പേര് നമ്മൾ ഒത്തിരി പഠിച്ചുകൊണ്ടിരിക്കും ഈ പാഠത്തില്. അതിനെക്കുറിച്ച് വ്യക്തമായ ഐഡിയ കിട്ടും. പിന്നെ നമ്മളൊരു കൈനമാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു 3 ഇക്വേഷൻ പഠിക്കും. നമ്മൾ 4 പഠിക്കും. എന്നിട്ട് പിന്നെ കുറച്ച് നീറ്റ് ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ ഈ ആക്സിലറേഷന്റെ വീഡിയോ വളരെ ചെറുതാ, കുറച്ചേ ഉള്ളൂ വിചാരിക്കുന്നു. അറിയത്തില്ല, എന്തോ നീണ്ടു പോകുന്നു. അപ്പൊ ആക്സിലറേഷൻ എന്താണെന്ന് ചോദിച്ചാല്, വിചാരിക്കുകയും നമ്മളൊരു ബൈക്കിൽ പോവാം. ബൈക്ക് ഓടിക്കുന്ന കഷ്ടകാലത്തിൽ നമ്മുടെ ഡാഡിയാണ്, പപ്പ, ചാച്ചൻ, അച്ഛൻ. നമ്മളല്ലേ പുറകിരിക്കുന്നേ, അല്ലേ? സ്പീഡിൽ പോവോ? ഇല്ല. ഒരേ സ്പീഡ്, 20 km/h സ്പീഡ്. നിങ്ങൾ ആ സ്പീഡോമീറ്റർ നോക്കിയാൽ മതി. ബൈക്കിന്റെ ഇവിടെ ഒരു ടയർ ഉണ്ടാവുമല്ലോ, അത് നോക്കിയാൽ മതി. 20. ഇവിടെ നോക്കിയാലും 20, എവിടെ വെച്ച് നോക്കിയാലും 20. ഇവിടെ നിങ്ങൾ ഇരിപ്പുണ്ട്. ബൈക്ക്. അപ്പൊ ഇവിടെ 20 തന്നെ, ഇവിടെ 20 തന്നെ. അപ്പൊ നിങ്ങളുടെ പപ്പയോട് ചോദിക്കും, എന്നാ പപ്പേ വണ്ടിക്ക് ആക്സിലറേറ്റർ ഒന്നും ഇല്ലേ? എന്നാ ചോദിക്കുന്നേ? ആക്സിലറേറ്റർ ഒന്നും ഇല്ലേ? ശരി, യൂണിഫോം സ്പീഡ് എല്ലായിടത്തും 20. 21 ആക്കില്ല. ഓക്കെ, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോവാം. നമ്മുടെ ചങ്ക് ഫ്രണ്ട്സിന്റെ കൂടെ, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോവാം. അപ്പൊ അവൻ നമുക്ക് ഷൈൻ ചെയ്യുമല്ലോ. അവരെന്ത് ചെയ്യും? ഇവിടുന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂടെയുള്ള, നമ്മൾ പറയും, അളിയാ കത്തിച്ചു വിടറാ, നീ ആ ആക്സിലറേറ്ററിൽ അങ്ങോട്ട് അമർത്തി ഞെക്ക്. എന്തിനാ? ആക്സിലറേറ്ററിൽ അങ്ങോട്ട് ഞങ്ങൾ പിടിക്കേ. കാറാണെങ്കിൽ അങ്ങനെ അമർത്തി ചവിട്ട് എന്ന് പറയും, അല്ലേ? അപ്പൊ എന്നാ സംഭവിക്കുന്നത്? ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു 0-ലേക്ക്, എല്ലാ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന 0-ലേക്കല്ലേ. നമ്മൾ വിചാരിച്ചു ഒരു 20 വണ്ടി ഇങ്ങനെ മെല്ലെ പോകാം. നമ്മുടെ വീടിന്റെ പരിസരത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെല്ലെ പോകുള്ളൂ, നമ്മുടെ കാരണവന്മാർ കാണുന്നുണ്ട്. അപ്പൊ 20 km/h സ്പീഡിൽ ഇങ്ങനെ പോകായിരുന്നു. നമ്മുടെ വീടിന്റെ പരിസരം കഴിഞ്ഞ് നമ്മുടെ പഞ്ചായത്ത് കഴിഞ്ഞു. നമ്മുടെ നാട്ടുകാർ ആരില്ലെന്ന് കണ്ടപ്പോ ഉടനെ അങ്ങോട്ട് സ്പീഡ് അങ്ങോട്ട് കൂട്ടി. എങ്ങനെയാണ്? ആക്സിലറേറ്ററിൽ അങ്ങോട്ട് തിരിച്ചപ്പോ. ബൈക്കാണെങ്കിൽ ആക്സിലറേറ്ററിൽ അങ്ങോട്ട് തിരിച്ചപ്പോ. കാറാണെങ്കിലോ നമ്മുടെ ആക്സിലറേറ്ററിൽ അങ്ങോട്ട് കാലൂടെ അങ്ങോട്ട് ചവിട്ടിയപ്പോ. ആ സാധനത്തിന്റെ പേരെന്നാ? ആക്സിലറേറ്റർ. എന്നാ സംഭവിക്കുന്നത്? സ്പീഡ് കൂടുന്നു. 30, 40, 50, 60, 70, 100, 110 വഴിയായി, അല്ലേ? അങ്ങനെ അങ്ങോട്ട് സ്പീഡ് കൂടുന്നു. സ്പീഡ് കൂട്ടാൻ വേണ്ടിയാണ് ആക്സിലറേറ്ററിൽ ചവിട്ടുന്നത്. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞ എന്നാന്ന് ചോദിച്ചാല്, ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇതാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ A is equal to change in velocity by time. ഈ വണ്ടി V1 വെലോസിറ്റി ആയിരുന്നു ഇനിഷ്യൽ. ഞാനിപ്പോ നോക്കാൻ നേരത്തെ വണ്ടി എവിടെ എത്തി? വണ്ടി V1 വെലോസിറ്റി. ആക്സിലറേഷൻ കാരണം വണ്ടിയുടെ സ്പീഡ് കൂടി V2 എത്തി. അങ്ങനെയാണെങ്കിൽ ആവറേജ് ആക്സിലറേഷന്റെ ഇക്വേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ? ചേഞ്ച് എന്ന് പറഞ്ഞാൽ V2 ആയി V1 ആയിരുന്നു. അപ്പൊ V2 - V1 ഡിവൈഡഡ് ബൈ, ഇത് ഞാൻ നോക്കിയത് ഒരു 7 മണിക്കാണ് നോക്കിയത്. ഇത് 7:15, അല്ലെങ്കിൽ 8 മണിക്ക്, 8:15, 8 മണിക്ക്, 8:30. ആ വ്യത്യാസം, ടൈമുകളുടെ വ്യത്യാസം. അതിനെങ്ങനെ എഴുതാം നമുക്ക്? T2 - T1. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. അതായത് ഒന്ന് നിങ്ങൾക്ക് ΔT എഴുതാം, അല്ലെങ്കിൽ T2 - T1. അതായത് ഡെൽറ്റ V ഡിവൈഡ് ബൈ ΔT. ഇതാണ് ആവറേജ് ആക്സിലറേഷൻ.
ആക്സിലറേഷൻ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, അതുകൊണ്ട് ഇത് നമ്മൾ വെക്ടറിൽ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആവറേജ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്താണെന്ന് മനസ്സിലായോ? വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവണം. 50 അങ്ങോട്ട് പോവുമായിരുന്നു, പെട്ടെന്ന് ഇതാ മുമ്പിൽ ഒരു പട്ടി കുറേ ചാടി. നിങ്ങൾ എന്ത് ചെയ്യും? ആ ആക്സിലറേറ്റർ ബ്രേക്ക് ഔട്ട് അല്ലേ? ബ്രേക്ക് ഔട്ടിന് മുമ്പ് ചെയ്യേണ്ടത് ആക്സിലറേറ്റർ പിടുത്തം വിടണം. കാരണം ബ്രേക്കും ചവിട്ടി ആക്സിലറേറ്റർ കൂട്ടി വെക്കണം, അതിൻ്റെ എന്നാ അർത്ഥമുള്ളത്. അപ്പോൾ ആക്സിലറേറ്റർ നിങ്ങൾ കൈവിടണം. അതിനെ പറയുന്നവരാണ് ഡിസലറേഷൻ. അല്ലെങ്കിൽ റീടാർഡേഷൻ, അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ. ഇതെല്ലാം ഒരാളുടെ പേരാ. എന്നറിയോ? സ്പീഡ് കുറയുന്നതിന്റെ. സ്പീഡ് കൂടുന്നത് ഞാൻ പറയും ആക്സിലറേറ്റഡ് മോഷൻ. സ്പീഡ് കുറഞ്ഞാൽ എന്ത് പറയും? ഡിസലറേറ്റഡ് മോഷൻ. അല്ലെങ്കിൽ അവിടെ സംഭവിച്ചത് റീടാർഡേഷൻ സംഭവിച്ചു. റീടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്നതാ? നെഗറ്റീവ് ആക്സിലറേഷൻ. അത്രേ ഉള്ളൂ. ഇവിടെ നോക്കൂ, ഈ കേസിൽ 20 തൊട്ട് 50 വരെ സ്പീഡ് കൂടി. എത്ര നേരം കൊണ്ടാണെന്നറിയോ? 5 സെക്കൻഡ് കൊണ്ട്. എത്ര? 5 സെക്കൻഡ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആക്സിലറേഷൻ എന്നാ വരും? ചേഞ്ച് ഇൻ വെലോസിറ്റി 50 - 20 ഡിവൈഡ് ബൈ 5 സെക്കൻഡ് എത്ര വരും? 30 ഡിവൈഡ് ബൈ 5, 6 മീറ്റർ പെർ. യൂണിറ്റ് എഴുതണം അല്ലേ? വെലോസിറ്റിയുടെ യൂണിറ്റ് എന്നാ മക്കളെ? മീറ്റർ പെർ സെക്കൻഡ്. ടൈമിന്റെ എന്നതാ? സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഞാൻ ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു മോഷൻ എടുക്കുക. ഇപ്പൊ ഞാൻ ഒരു പട്ടി മുമ്പ് ചാടിയപ്പോൾ ഞാൻ സ്പീഡ് കുറച്ചു, വണ്ടി അവിടെ നിർത്തി, ഞാൻ 0 ആയി സ്പീഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ A is equal to ചേഞ്ച് ഇൻ വെലോസിറ്റി v2 - v1 ആണ്. v2 എത്രയാ? സെക്കൻഡ് കേസിൽ v2 എത്രയാ? 0 മൈനസ് എത്രയായിരുന്നു ആദ്യമേ? 50 ഡിവൈഡ് ബൈ 5 മൈനസ് 50 ഡിവൈഡ് ബൈ 5 എത്ര കിട്ടി? -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കണ്ടോ? ആക്സലറേഷൻ എന്നാ കിട്ടി? നമുക്ക് മൈനസ് കിട്ടി. -10നെ, അതായത് ആക്സലറേഷൻ -10 കിട്ടി. അപ്പൊ -10 അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സലറേഷനെ പറഞ്ഞാൽ റിട്ടാർഡേഷൻ. അപ്പൊ ഇവിടുത്തെ റിട്ടാർഡേഷൻ എത്രയാ? 10 ആണ് ഇവിടുത്തെ റിട്ടാർഡേഷൻ. അല്ലെങ്കിൽ ഡിസലറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 10 ആണ്. അപ്പൊ ആക്സലറേഷൻ പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം. നമ്മുടെ അച്ഛൻ ഓടിച്ചോണ്ടിരുന്നപ്പോൾ വെലോസിറ്റിക്ക് മാറ്റമില്ല. അവിടെ v2 - v1 എന്ത് വരും? സെയിം സാധനം വരും. 20 - 20 0. അപ്പൊ ആക്സലറേഷൻ can be positive, negative, 0. Acceleration is a vector quantity. Its unit is meter per second square. Its dimension, dimension കാണണം അല്ലേ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. വെലോസിറ്റി ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ L(t⁻⁻1). ടൈമിന്റെയോ? t. അപ്പൊ എന്നാ വരും? ഈ ടി മൂളിൽ പോകുമ്പോൾ എന്നാ വരും? L(t⁻²). അപ്പൊ ആക്സിലറേഷന്റെ ഡയമെൻഷൻ ഇതാണ് കേട്ടോ. ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ ഈസ് L(t⁻²). ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ഈസ് L(t⁻1). ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് L. കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്നാ? ലെങ്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ബൈക്ക് ടൈം 1ൽ t=1ൽ 20 ആയിരുന്നു, t=2 സെക്കൻഡിൽ 30 ആയിരുന്നു, t=3 സെക്കൻഡിൽ 40 ആയിരുന്നു, t=4ൽ 50 ആയിരുന്നു. നോക്കി മക്കളെ, ഓരോ സെക്കൻഡിലും എത്ര വെച്ചാ കൂടുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നിങ്ങൾ ഓരോ സെക്കൻഡിലും നിങ്ങൾ എടുത്തു നോക്കി ആക്സലറേഷൻ. ആദ്യത്തെ സെക്കൻഡിൽ 30 - 20 ഡിവൈഡ് ബൈ 1 സെക്കൻഡ് 10 കിട്ടി. രണ്ടാം സെക്കൻഡിൽ 40 - 30 ഡിവൈഡ് ബൈ 1 ചെയ്തു, 10 കിട്ടി. അതായത് ഈ മോഷനിൽ എല്ലായിടത്തും ഒരേപോലെയാണ്
വെലോസിറ്റി കൂടുന്നത്. എത്ര വെച്ചാ കൂടുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്. ഇതിനെ പറഞ്ഞവരാണ് യൂണിഫോം ആക്സിലറേഷൻ. എന്താ യൂണിഫോം ആക്സിലറേഷൻ? ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. നമ്മൾ ഇന്നലെ യൂണിഫോം വെലോസിറ്റി പഠിച്ചു. എന്തായിരുന്നു? ഈക്വൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ടൈം ഇന്റർവെൽ. അതേപോലെ ഇവിടെ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ടൈം ഇന്റർവെൽ. ഇതിനെ പറഞ്ഞവരാണ് എന്ത്? യൂണിഫോം ആക്സിലറേഷൻ. അതിന് ഉദാഹരണമാണ്, നമ്മളിപ്പോ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു കല്ല് ഞാൻ ഡ്രോപ്പ് ചെയ്താൽ, ഒരു കല്ല് ഞാൻ താഴെ കിട്ടും. ഇവിടെ ആരാ പിടിച്ച് വലിക്കാനുള്ള? ഗ്രാവിറ്റി മാത്രം. ഗ്രാവിറ്റി നമ്മുടെ ഭൂമിയില്ലേ, ഭൂമി ആ കല്ലിന് താഴെ പിടിച്ച് വലിക്കുക. ഇവിടെ വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഇല്ല. ഈ എയറിന്റെ ഫ്രിക്ഷൻ നെഗ്ലക്ട് ചെയ്യും. അപ്പൊ ആ കല്ല് നേരെ താഴേക്ക് വരും. പക്ഷെ അതിന്റെ സ്പീഡ് കൂടിയാ വരും, ജി ഉള്ളതുകൊണ്ട്. ജി എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മള് കേട്ടോ. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 6ാം പാഠത്തിലോ 7ാം പാഠത്തിലോ പഠിക്കും, 8ാം പാഠത്തിൽ പഠിക്കും. അപ്പോൾ ഈ കല്ല് താഴേക്ക് വന്നാൽ ജി ആക്സിലറേഷൻ ഇത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ സ്പീഡ് കൂടി വരും. ഇതൊരു യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണ്. മനസ്സിലായോ? ആവറേജ് ആക്സിലറേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. v2 മൈനസ് v1 ഡിവൈഡ് ബൈ t2 മൈനസ് t1. ഏതൊക്കെയാണ് സമയം എടുത്തേക്കുന്നത്? ആ രണ്ട് സമയങ്ങളിൽ ഏതെങ്കിലും രണ്ട് സമയം, ഇവന്റെ ഇടയ്ക്കുള്ള ഒരു ആവറേജ്, ഈ രണ്ട് സമയത്തിലുള്ള ആവറേജ് ആക്സിലറേഷൻ ആണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റിയും കുറച്ചിട്ട് ആ സമയത്ത് തമ്മിൽ ഡിവൈഡ് ചെയ്യും. നമുക്ക് എന്ത് കിട്ടി? ആവറേജ് ആക്സിലറേഷൻ കിട്ടി. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. Instantaneous acceleration. Instant. Acceleration at any instant is called instantaneous acceleration. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയേ, ആവറേജ് വെലോസിറ്റി പഠിച്ചു. ആവറേജ് വെലോസിറ്റി എന്നതായിരുന്നു? ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ്, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇതാണ് ആവറേജ് വെലോസിറ്റി. അതായത് x2 മൈനസ് x1 ഡിവൈഡ് ബൈ t2 മൈനസ് t1. നമ്മൾ എന്ത് പഠിച്ചു? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പഠിച്ചു. അതിന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഈ ആവറേജ് വെലോസിറ്റി ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. അതായത് ഈ സമയത്തിന്റെ ഗ്യാപ്പ് ഡെൽറ്റ ടി, സമയ വ്യത്യാസം 0 ആണോ അല്ല, ഞാൻ ജസ്റ്റ് ആ സ്പീഡോമീറ്ററിൽ ഞാൻ ഇവിടെ നോക്കി സമയ ഗ്യാപ്പ്, അതായത് ഡെൽറ്റ ടി ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് കണ്ടെടുത്തു. അപ്പൊ കണ്ട ആ വാല്യൂ, അതാണ് ആ ഇൻസ്റ്റന്റിലെ സ്പീഡ്. ആലോചിക്കേ എന്ത് വരും? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. അപ്പൊ എന്നാ വരാൻ വഴിയുണ്ട്? ആവറേജ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ v2 മൈനസ് v1 ഡിവൈഡ് ബൈ t2 മൈനസ് t1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്നാ വരും? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 del average acceleration delta v divided by delta t. Acceleration at any instant is called instantaneous acceleration. മനസ്സിലാക്കാം എന്നതാണ്. ഇത് എവിടെയാ വരുന്നത്? ഇപ്പൊ നോക്കി, ഒരു യൂണിഫോം ആക്സിലറേഷൻ ആണ് എന്ന് നമ്മൾ വിചാരിക്കുക. എന്ന് വെച്ചാൽ ഒരു ബോഡി ഉണ്ട്, ഞാൻ ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. വെലോസിറ്റി ടൈം 0 ആയിരുന്നു 0-ൽ, 5 ആയിരുന്നു 1-ൽ, 10 ആയി 2-ൽ, 15 ആയി 3-ൽ, 20 ആയി 4. ഓക്കെ, നമുക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ് 1 2 3 4 5 6 5 10 15 20 25.
ഒന്നില് 0 0, ഓക്കെ. ഒന്നില് 5, രണ്ടില് 10, മൂന്നില് 15, നാലില് 20. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഓ അത് ശരി. ഒന്ന് നോക്കി നോക്കണേ, ഈ ഗ്രാഫിന്റെ അപ്പൊ ഈ വെലോസിറ്റി ടൈം ഗ്രാഫാണിത്. നിങ്ങൾ ഇവിടെ നോക്കി, ഓരോ സെക്കൻഡിലും എത്ര വെച്ചാ കൂടുന്നത്? 5 5 5 5. അപ്പൊ ഇതിന് എനിക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ ഗ്രാഫ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഇവിടുത്തെ ആക്സിലറേഷൻ യൂണിഫോം ആണ്. എത്ര വെച്ചാ കൂടുന്നത്? 5 മീറ്റർ പെർ സെക്കൻഡ്, 5 മീറ്റർ പെർ സെക്കൻഡ്, 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി വെച്ചിട്ടാണ് ഇവിടെ കൂടുന്നത്. ഇവിടുത്തെ ആക്സിലറേഷൻ നോക്കി, ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ആക്സിലറേഷൻ നോക്കി, 5 മൈനസ് 0 ഡിവൈഡഡ് ബൈ 1 എത്രയാ? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവന്മാർക്കിടയിലോ 10 മൈനസ് 5 ഡിവൈഡ് ബൈ 2 മൈനസ് 1 അതും എത്രയാ? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ 15 മൈനസ് 10 ഡിവൈഡ് ബൈ 3 മൈനസ് 2 5. കണ്ടോ, ഈ ആക്സിലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ഓരോ സെക്കൻഡിലും 5 വെച്ച് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അർത്ഥം. ഓരോ സെക്കൻഡിലും. അതിന്റെ അപ്പൊ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ ഗ്രാഫ് കണ്ടോ, ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഞാൻ മാർക്ക് ചെയ്താൽ പറ്റിയാവുന്നതാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു ലൈൻ. നിങ്ങൾ അങ്ങോട്ട് നോക്കി, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ്, ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ്, ഒരു സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ തീറ്റ. ഞാൻ കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ, ടാൻ തീറ്റ. നോക്കിയേ, ഇതാണ് തീറ്റ ആംഗിള്. ടാൻ തീറ്റ കാണണം. ഞാൻ എവിടെയെങ്കിലും ഒരു പോയിന്റ് വരച്ചു. ഇത് 4ാമത്തെ പോയിന്റ് അല്ലേ? 20 എന്ന് പറഞ്ഞാൽ 4ാമത്തെ പോയിന്റ് അല്ലേ? ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് ആണ് ടാൻ തീറ്റ. ഓപ്പോസിറ്റ് എത്രയാ? ഇത് 20 അല്ലേ? ഈ ഹൈറ്റ് എത്രയാ? 20 ഡിവൈഡ് ബൈ അഡ്ജസന്റ് 0 തൊട്ട് 4 വരെ 4. 20 ബൈ 4 എത്രയാ? 5. ടാൻ തീറ്റ നമുക്ക് എന്നാ കിട്ടി? 5 കിട്ടി. ഇതെന്നാ സാധനം? ആക്സിലറേഷൻ. അപ്പൊ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ആക്സിലറേഷൻ. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ആക്സിലറേഷൻ. മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എഴുതി വെച്ചോ. സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്നതായിരുന്നു വെലോസിറ്റി. ഇവിടെ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നതാ ആക്സിലറേഷൻ. കേട്ടോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഈ 20 എന്ന് പറഞ്ഞ എന്നതായിരുന്നു? ഇത് കണ്ടോ, ഇതെന്നതാ? ഈ 4ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി. അതായത് v2 മൈനസ് v1 ഡിവൈഡ് ബൈ t2 മൈനസ് t1 എനിക്ക് എഴുതാം. v2നെ നോക്കി, ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഞാൻ കൺസിഡർ ചെയ്താൽ എനിക്ക് ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ, അത്രയും തല ഉപയോഗിച്ചില്ലെങ്കിൽ ഈ 20ക്ക് എനിക്ക് എന്ത് എഴുതാം? ചേഞ്ചിങ് വെലോസിറ്റി. കണ്ടോ, ഇത് ഡെൽറ്റ ബി ആ, ഇത് വി ആ. 4 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ആ, ഡെൽറ്റ ടി ആ. ഇനി അതും അറിഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ സാധനം എന്നതാ? വി ആക്സിസ് ആണ് അല്ലേ? വി ആക്സിസ് ആണ്. ഇതെന്നതാ? ടൈം ആക്സിസ് ആണ്. വെലോസിറ്റി ബൈ ടൈം, അത് ആക്സിലറേഷൻ എന്നറിയാലോ. അപ്പൊ ഇതാണ് ആക്സിലറേഷൻ. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ആക്സിലറേഷൻ. ഇനി ഞാൻ വേറൊരു ബോഡിയുടെ മോഷൻ എഴുതുമോ? ശ്രദ്ധിച്ചിരുന്നോ? ഇതേപോലെ തന്നെ വെലോസിറ്റി ടൈം 0ക്ക് 0, 1 സെക്കൻഡിൽ 1, 2 സെക്കൻഡിൽ 4, 3 സെക്കൻഡിൽ 9, 4 സെക്കൻഡിൽ 16. ഇവിടെ നോക്കി, ഞാൻ ഇവന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കും. വെലോസിറ്റി ടൈം ഗ്രാഫ് 0, 1, 2, 3, 4, 5.
1 വേണ്ട 5 മാർക്ക് ചെയ്യാം. 5 10 15 20. 0 സെക്കൻഡ് 0. ഒന്നാമത്തേല് 1, രണ്ടാമത്തേല് 4, മൂന്നാമത്തേല് 9, നാലാമത്തേല് 16, അഞ്ചാമത്തേല് 25. ഇവിടെ ഗ്രാഫ് എങ്ങനെയാ വന്നേ? ഒരു കർവാണ്. എനിക്ക് ഇവിടുത്തെ എന്ത് കാണണം? ആവറേജ് ആക്സിലറേഷൻ കാണണം. ശരി, എനിക്ക് ഇവിടുത്തെ ആവറേജ് ആക്സിലറേഷൻ കാണണം. ഇവിടുത്തെ ആവറേജ് ആക്സിലറേഷൻ എന്തായിരുന്നു? ഇവിടെ എല്ലായിടത്തും ഒരേ ആക്സിലറേഷൻ, ഒരു സ്ട്രേറ്റ് ലൈനാണ്. എവിടെ ഏത് പോയിന്റ് എടുത്താലും ആവറേജ് ആക്സിലറേഷനാണ്. എനിക്ക് തേർഡ് സെക്കൻഡിലെ ആക്സിലറേഷൻ ഈ ഗ്രാഫിൽ എത്രയായിരുന്നു? തേർഡ് സെക്കൻഡിലെയും ഈ പോയിന്റ് ഇതിന്റെ സ്ലോപ്പ് ഇങ്ങനെയാ. ഫോർത്ത് സെക്കൻഡിലെ ഈ പോയിന്റ് സ്ലോപ്പ് ഇങ്ങനെയാ. എല്ലായിടത്തും 5 തന്നെ, ഒരു കുഴപ്പമില്ല. ഇവിടെ തേർഡ് സെക്കൻഡിലെ ആക്സിലറേഷൻ എടുക്കാൻ വേണ്ടി ഞാൻ എന്നാ ചെയ്യണം? ഇവിടെ ഒരു പോയിന്റ് വരയ്ക്കണം, ഇവിടുത്തെ പോയിന്റ് ഒരു ടാൻജന്റ് വരയ്ക്കണം, ആ ടാൻജന്റിന്റെ സ്ലോപ്പ് വരയ്ക്കണം. നാലാമത്തെ പോയിന്റിലെ കാണണമെങ്കിൽ നാലാമത്തെ പോയിന്റ് എടുക്കണം, ഈ പോയിന്റിന്റെ സ്ലോപ്പ് കാണും. സ്ലോപ്പ് കാണുന്നതിനെ പറഞ്ഞവരാണെന്ത്? ഡിഫറൻഷിയേഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. അത് നമ്മൾ എങ്ങനെ എഴുതുന്നത്? നോക്കിയേ, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അതായത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന വെലോസിറ്റി, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന ആക്സിലറേഷൻ. എവിടുത്തെ നോക്കി, ഞാൻ ഇവിടുത്തെയാണ് എടുക്കുന്നത് വിചാരിക്കുക. ഈ രണ്ട് പോയിന്റിലെ ഡെൽറ്റ വിയും ഇവിടുത്തെ വിയും ഇവിടുത്തെ ടൈമും എടുക്കുന്നെങ്കിൽ ഈ സാധനം ഒന്ന് ആവറേജ് ആക്സിലറേഷൻ. ഈ രണ്ട് പോയിന്റിലെ ആവറേജ് ആക്സിലറേഷൻ. എന്നോട് ചോദിച്ചേക്കുന്നത് ഈ തേർഡ് പോയിന്റിലെ ആക്സിലറേഷനാണ് കാണാൻ പറഞ്ഞേക്കുന്നത്. വെലോസിറ്റി അറ്റ് ആൻഡ് ഇൻസ്റ്റന്റ്. ഈ തേർഡ് പോയിന്റിലെ ആക്സിലറേഷൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ ഗ്യാപ്പ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നാൽ മതി. അതായത് ഈ വലിയ ടൈം ഇല്ലേ, അതിനെ ഞാൻ ഇങ്ങനെ കുറച്ച് കൊണ്ടുപോവാം. ഡെൽറ്റ ടിനെ ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ അവിടെ തമ്മിലെ വ്യത്യാസം ഭയങ്കര ചെറുത്. അതിനെ പറഞ്ഞതാണ് ഡെൽറ്റ ടി ടെൻസ് ടു 0. അന്നേരം കിട്ടുന്ന ആക്സിലറേഷൻ, ഇപ്പൊ ആക്സിലറേഷൻ ഉണ്ടല്ലോ, ആവറേജ് ആക്സിലറേഷൻ ഇല്ലേ? അങ്ങനെ ഈ ഡെൽറ്റ ടി ടെൻസ് ടു 0 ആയി കഴിയുമ്പോൾ കിട്ടുന്ന ആക്സിലറേഷൻ എത്രയാണോ അതാണ് വെലോസിറ്റി, അതാണ് ആക്സിലറേഷൻ അറ്റ് ആൻഡ് ഇൻസ്റ്റന്റ്. ഇവിടെ ചോദിച്ചേക്കുന്നത് തേർഡ് പോയിന്റില്ല, ഞാൻ ചുമ്മാ പറഞ്ഞേക്കുന്നത്. ശരി, നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിയാൽ മക്കളെ, ഇതെന്ത് ഗ്രാഫാ? വെലോസിറ്റി v is equal to t square. 2 4 3 9 4 16. വെലോസിറ്റി v equal to t square എന്ന് പറഞ്ഞ ഗ്രാഫാണ് ഇത്. ഇവിടെ ചോദിച്ചേക്കാണ് മൂന്നാമത്തെ പോയിന്റിലെ ആക്സിലറേഷൻ. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് എഴുതാം, dv by dt. ഡിഫറൻഷിയേഷന്റെ കൺസെപ്റ്റാണ് ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. ഈ സംഭവത്തെ എനിക്ക് ഇങ്ങനെ എഴുതാമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വെലോസിറ്റിക്ക് അങ്ങനെ എഴുതിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് തന്നേക്കുന്ന ഗ്രാഫ് എന്നതാ? v equal to t square. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ അറ്റ് തേർഡ് സെക്കൻഡ് ഈസ് ഈക്വൽ ടു dv by dt അറ്റ് തേർഡ് സെക്കൻഡ്. dv by dt, d by dt of t square, derivative of t square ഞാൻ പറയാൻ നിൽക്കില്ല, 2t അറ്റ് തേർഡ് സെക്കൻഡ്. അപ്പൊ 2 into 3 എന്നാ വന്നു? 6. അറ്റ് 3 കാണണമെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? 3 കൊടുക്കണം. അപ്പൊ 2 into 3 എന്നാ വന്നു? 6 വന്നു. അപ്പൊ ഈ പോയിന്റിൽ ആക്സിലറേഷൻ അറ്റ് മൂന്നാമത്തെ പോയിന്റ് എന്നാ കിട്ടിയേ? 6 കിട്ടി. ആക്സിലറേഷൻ അറ്റ് നാലാമത്തെ പോയിന്റ് എന്നാ കിട്ടിയേ? നാലാമത്തെ പോയിന്റ് എന്നാ കിട്ടും? 2 into 4 8 കിട്ടും. ആക്സിലറേഷൻ അറ്റ് അഞ്ചാമത്തെ പോയിന്റ് എന്നാ കിട്ടും? 2 into 5 10 കിട്ടും. കണ്ടോ, കൂടി പോണോ? ആക്സിലറേഷൻ കൂടി പോണം. നിങ്ങൾ ഇവിടെ നോക്കി, ഒന്നാമത്തെ സെക്കൻഡില് വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡേ ഉള്ളൂ. രണ്ടാമത്തെ 4 ആയി, മൂന്നാമത്തെ 9 ആയി, നാലാമത്തെ 16 ആയി. കണ്ട വ്യത്യാസമുണ്ട്. ഇത് തമ്മിൽ വ്യത്യാസം നോക്കി, ഇത് വെറും 3 മീറ്റർ പെർ സെക്കൻഡാണ്. ഇവിടെ ആയപ്പോൾ എത്രയായി? 5 മീറ്റർ പെർ സെക്കൻഡ് കൂടി. ഇവിടെ എത്ര കൂടി? 7 മീറ്റർ പെർ സെക്കൻഡ് കൂടി. ഇവർ തമ്മിലോ
ഈ 4 നിന്ന് 5 പോയപ്പോഴേക്കും എത്ര കൂടി? 9 മീറ്റർ പെർ സെക്കൻഡ് അങ്ങോട്ട് കൂടി. മനസ്സിലായ? അപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ കൂടി കൂടി വരുവാന്ന് അർത്ഥം. ശരിയാണ്. ഒന്നാമത്തെ സെക്കൻഡ് നോക്കി, 1 × 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒന്നുകൊണ്ട് രണ്ടാമത്തേത് നോക്കി, 2 × 2 4, 2 × 3 6, 2 × 3 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നാലാമത്തെ സെക്കൻഡ് 2 × 4 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ല ആക്സിലറേഷൻ. ആക്സിലറേഷൻ കൂടുവാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആക്സിലറേഷൻ, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ, യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിലെ ആക്സിലറേഷനും അതിന്റെ യൂണിഫോം ആക്സിലറേഷനും ആവറേജ് ആക്സിലറേഷനും എല്ലാം ഒരു വാല്യൂ ആണ്. ഇവിടെ ഒരു കുഴപ്പമില്ല കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന എവിടെയാ? വേരിയബിൾ ആക്സിലറേഷന്റെ സമയത്താണ്. വേരിയബിൾ ആക്സിലറേഷൻ. ഇവിടെ ആക്സിലറേഷൻ എന്നാ സംഭവിക്കുന്നത്? കൂടിക്കൊണ്ടിരിക്കുക. ഇതേപോലെ കുറയാം. അപ്പൊ അവിടുത്തെ കാര്യങ്ങളിലാണ് അറ്റ് എ പോയിന്റിലെ ആക്സിലറേഷൻ കാണാൻ പാടുള്ളത്. അവിടെ നമ്മൾ എങ്ങനെ കാണും? ഈ ഇക്വേഷൻ വെച്ചിട്ട് dv/dt അറ്റ് ആ പോയിന്റ്. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, അവിടുത്തെ ആ പോയിന്റ്. നമ്മുടെ ഈ പാഠപുസ്തകങ്ങളിലൊക്കെ വെലോസിറ്റി, ആക്സിലറേഷൻ ഓഫ് എ ബോഡി എന്നൊക്കെ പറയുന്നത് അവർ ഉദ്ദേശിക്കുന്നത് ഈ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു? ആക്സിലറേഷൻ ഡെഫിനിഷൻ പറഞ്ഞു, യൂണിഫോം ആക്സിലറേഷൻ പറഞ്ഞു, ആവറേജ് ആക്സിലറേഷൻ പറഞ്ഞു, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ പറഞ്ഞു, അത് കണ്ടുപിടിക്കാനും പഠിച്ചു. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ ഗ്രാഫ് പറഞ്ഞു, അതിന്റെ സ്ലോപ്പും പറഞ്ഞു. ശരി, ഇനി നിങ്ങൾ നോക്കി, ഈ ഒരു ബോഡി ഈ t=0 തൊട്ട് t=4 സെക്കൻഡ് വരെ സഞ്ചരിച്ചു. അത്രയുള്ള അതിന്റെ യാത്ര. ഇവൻ എത്ര ദൂരം സഞ്ചരിച്ചു നമുക്കറിയില്ല. പക്ഷെ ഇന്ന് നോക്കി, നിങ്ങള് ഈ ട്രയാങ്കിൾ കണ്ടോ? ഈ ട്രയാങ്കിളിന്റെ ഏരിയ നോക്കിയാൽ മക്കളെ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ, ട്രയാങ്കിൾ ഏരിയ എന്നാ ഹാഫ് BH ഏരിയ. ഈ ഏരിയ എന്നാ വന്നു? ഹാഫ് അടക്കട്ടെ. ബേസ് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം എത്രയാ? ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ 4, ഹൈറ്റോ 0 തൊട്ട് 20 വരെ, ഇത് എത്രയാ? 20. രണ്ടും 4 മൾട്ടിപ്പിൾ 2 കിട്ടി, 2 × 2 40. ഓക്കെ, അവിടെ നിൽക്കട്ടെ, ഏരിയ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, distance traveled of a body is equal to velocity into time. Velocity എന്നതാ? ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. എന്നതാ? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അപ്പൊ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു അപ്പൊ ഇങ്ങനെ ഇത് കിട്ടും, ഡെൽറ്റ എസ് എന്ത് കിട്ടും? ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം കിട്ടും. ഇവനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ കണക്കത്ത് നോക്കി, ആവറേജ് വെലോസിറ്റി എന്നതാ? ആവറേജ് വെലോസിറ്റി 20 + 0 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 10. അപ്പൊ 10 ഇൻറ്റു ടൈം എത്രയാ? ചേഞ്ച് ഇൻ ടൈം എത്രയാ? 4 - 0 എത്ര കിട്ടി? 4. 10 × 4 എത്രയാ? 40. ഇതിന്റെ ഏരിയ കിട്ടിയപ്പോ എത്രയാ കിട്ടിയേ? അതും 40. അപ്പോ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്.
ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് എന്നാ തരുന്നേ? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എനിക്ക് ആക്സലറേഷനും വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എനിക്ക് എന്നാ തരും? ഡിസ്പ്ലേസ്മെന്റും തരും കേട്ടോ. ഇയാൾ എന്തിനാ ഇത് ആക്സലറേഷന്റെ പാഠഭാഗത്ത് പഠിപ്പിച്ചേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ടതായിരുന്നു, ഇപ്രാവശ്യം പറഞ്ഞില്ല. നമുക്ക് ഇപ്രാവശ്യം പഠിക്കേണ്ടത് ഏരിയ ഓഫ്, എനിക്ക് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ 2 നോട്ട് എഴുതിയെടുത്തോ. എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ടതായിരുന്നു, ഞാൻ വീട്ടിൽ പോയി, നിങ്ങൾ ആരും എന്നെ ഓർമ്മിപ്പിച്ചില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് കാണുമല്ലേ, അതുകൊണ്ടായിരുന്നു. ശരി, ഇത് നമുക്ക് ഇവന്മാരുടെ ഗ്രാഫ് പഠിക്കാം, ആക്സിലറേഷന്റെ ഗ്രാഫ് പഠിക്കാം. അപ്പൊ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് പഠിച്ചു, ആക്സിലറേഷൻ ആണ്. ഇനി നമുക്ക് യൂണിഫോം ആക്സിലറേഷന്റെ വേരിയബിൾ ആക്സിലറേഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതാ ഒരു കർവ് ആയിരിക്കും. അവിടുത്തെ ഒരു ഇൻസ്റ്റന്റ് കാണാൻ വേണ്ടി അവിടുത്തെ ഡിഫറൻഷിയേഷൻ കണ്ടുപിടിച്ച് നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കും. ഇനി നമുക്ക് യൂണിഫോമിന്റെയും ഈ മറ്റ് ഈ ആവറേജിന്റെയും ഒക്കെ നമുക്ക് ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ടൈം ഗ്രാഫ് പഠിക്കാം. നമുക്കൊരു 3-4 തരം ഗ്രാഫുകൾ വരയ്ക്കാം. നിങ്ങൾ പറയണം കേട്ടോ, എന്തായിരിക്കും അതിന്റെ, എന്താ ഗ്രാഫ്, എന്തൊക്കെയാ സൂചിപ്പിക്കുന്നത് എന്നൊക്കെ. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഗ്രാഫിലൊക്കെ നല്ല മാസ്റ്റർ ആയിട്ടുണ്ടാവും. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി. ഒരു ബോഡി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഒരു ബസ് ഇവിടെ നിന്ന് വരെ ഓടി, ഒരു പട്ടി ഇവിടെ നിന്ന് വരെ ഓടി, അങ്ങനെ എന്തെങ്കിലും ഒരു മോഷൻ. അതിന് ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ. നിങ്ങൾ പറ, ഈ ബോഡി അനങ്ങുന്നുണ്ടോ, മോഷൻ ഉണ്ടോ? ഇനി ഒരു 5 മീറ്റർ പെർ സെക്കൻഡിലാണ് അയാൾ യാത്ര തുടങ്ങിയതെങ്കിൽ അവസാനിച്ചതും 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണോ? അതോ അയാള് സ്പീഡ് മാറി കൂടിക്കൊണ്ടിരുന്നു, 70 സ്പീഡ് വരെ എത്തിയോ? അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ പറയാൻ പറ്റുന്നുണ്ടോ? ഗ്രാഫിലേക്ക് നോക്ക്. ആദ്യം ആക്സിസ് മനസ്സിലാക്കുക, എയും ടിയും. സമയത്തിനനുസരിച്ച് താഴെ സമയമാണ്, അപ്പൊ സമയത്തിനനുസരിച്ച് ആക്സിലറേഷൻ മാറുന്നില്ല. പക്ഷെ ആക്സിലറേഷൻ 0 അല്ല. ആക്സിലറേഷൻ ഒരു വാല്യൂ ആണ്, ഇത് കേട്ടോ, ഒരു വാല്യൂ ആണ്, 0 അല്ല. അപ്പൊ ആക്സിലറേഷൻ ഉണ്ട്, ഒരു ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ട് എന്ന് വെച്ചാൽ വെലോസിറ്റിക്ക് മാറ്റമുണ്ട്. ഈ ആക്സിലറേഷന്റെ ഗ്രാഫിനകത്ത് ആക്സിലറേഷൻ മാർക്ക് ചെയ്തേക്കുന്ന എക്സ് ആക്സിസിന് മുകളിലല്ലേ, പ്ലസ് വാല്യൂ. അതായത് ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്, ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. അതുകൊണ്ട് വെലോസിറ്റി ഇൻക്രീസസ്, ബോഡി ഈസ് ഇൻ മോഷൻ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇതെന്ത് ഗ്രാഫാ? ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ, സെയിം ആക്സിലറേഷൻ. അടുത്തൊരു ഗ്രാഫാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് തന്നെ. പറയാൻ പറ്റാത്തൊക്കെയാണ്. സമയത്തിനനുസരിച്ച് തുടക്കം 0 ആയിരുന്ന ആക്സിലറേഷൻ, ഓക്കെ നൈസ്. സമയം കൂടുന്നതനുസരിച്ച് ആക്സിലറേഷനിൽ മാറ്റം വരുന്നുണ്ട്, ആക്സിലറേഷൻ വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെന്താ? ബോഡി മൂവിങ് വിത്ത് വേരിയബിൾ ആക്സിലറേഷൻ. വെലോസിറ്റി ടൈം ഗ്രാഫ് പറയാൻ പറ്റുന്ന, ഈ ബോഡി അനങ്ങുന്നുണ്ടോ, അതോ ചുമ്മാ ഇരിക്കുവാണോ, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ, ആക്സിലറേഷൻ ഉണ്ടോ? പറഞ്ഞേ. സമയത്തിനനുസരിച്ച്, സമയം കൂടുന്നതനുസരിച്ച് വെലോസിറ്റിക്ക് മാറ്റമുണ്ട്. ഇവിടെ ഇവൻ ഇവിടെയായിരുന്നു, ഇവിടെ ഇവൻ ഇവിടെയായിരുന്നു. വെലോസിറ്റിക്ക് മാറ്റം, വെലോസിറ്റി കൂടുന്നുണ്ട്, അപ്പൊ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ട്. വെലോസിറ്റി ഇൻക്രീസസ്, ആക്സിലറേഷൻ ഉണ്ട്. അതൊരു പോസിറ്റീവ് വാല്യൂ ആണ്, കാരണം ടാൻ തീറ്റയാണ് സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. ഇതാണ് ടാൻ 30 ടാൻ 40 എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പൊ അത്രയും ആക്സിലറേഷൻ ഉണ്ട് എന്നർത്ഥം. വേറെ ഗ്രാഫ്, ബാക്കി നമ്മുടെ എൻട്രൻസ് ബേസ്ഡ് ഗ്രാഫ് നമുക്ക് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാഫിന് മാത്രമായിട്ട് ഡിസ്പ്ലേസ്മെന്റിന്റെയും വെലോസിറ്റി ആക്സിലറേഷൻ ഒക്കെ എടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ ഇടാൻ വേണ്ടി മാത്രം പറയുന്നുള്ളൂ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ, ബോഡി അനങ്ങുന്നുണ്ടോ,
ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഉണ്ട്, കാരണം വെലോസിറ്റി ഉണ്ട്. പക്ഷെ ആക്സലറേഷൻ ഉണ്ടോ? വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. ഏത് സമയം എടുത്താലും വെലോസിറ്റി ഇത്രയാണ്. ഈ സമയം എടുത്താലൊക്കെ വെലോസിറ്റി ഇത്രയാണ്. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. അതുകൊണ്ട് ഇവിടെ ആക്സിലറേഷൻ ഈസ് 0. നോക്കിയോ, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരയ്ക്കാൻ പോകും. ആക്സിലറേഷൻ ഉണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. എന്ന് പറഞ്ഞാൽ ഈ ബോഡിക്ക് വെലോസിറ്റി ഉണ്ട്, പക്ഷേ സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് യൂണിഫോം വെലോസിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല എന്നർത്ഥം. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഈസ് 0. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഒരു കർവ്. ഈ പോയിന്റിലെ വെലോസിറ്റി, ഈ ബോഡിക്ക് മോഷൻ ഉണ്ടോ? ഉണ്ട്, കാരണം സമയത്തനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് മാറ്റമുണ്ട്. ഇവിടുത്തെ വെലോസിറ്റി ഇങ്ങനെ, ഇവിടുത്തെ വെലോസിറ്റി ഇങ്ങനെ, ഇവിടുത്തെ വെലോസിറ്റി ഇങ്ങനെ. സ്ലോപ്പ് കണ്ടോ? ഈ ആംഗിൾ കണ്ടോ? കൂടി വരും. സ്ലോപ്പ് കൂടി വരും എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടി വരിക എന്നർത്ഥം. വെലോസിറ്റി കൂടി വരുവാണെങ്കിൽ അതിന്റെ അർത്ഥം ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഇൻക്രീസസ്. ഇവിടെ എന്തായിരുന്നു? വെലോസിറ്റി യൂണിഫോം. ഇവിടെ വെലോസിറ്റി ഇൻക്രീസസ്. അതുകൊണ്ട് ആക്സിലറേഷൻ ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ട്. അടുത്ത ഗ്രാഫ് നോക്കിയോ, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ബോഡിക്ക് മോഷൻ ഉണ്ടോ? ഉണ്ട്. സമയം കൂടുന്നതനുസരിച്ച് ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഇവിടെയാണ്. ഈ പോയിന്റിലെ വെലോസിറ്റി കാണാനായിട്ട് സ്ലോപ്പ് വരച്ചു. ഇവിടെ കാണാനായിട്ട് സ്ലോപ്പ് വരച്ചു. ഇതിന്റെ പ്രത്യേകത എന്നാ? സ്ലോപ്പ് കുറഞ്ഞു വരിക. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് വെലോസിറ്റി. സ്ലോപ്പ് കുറഞ്ഞു വരിക എന്നർത്ഥം വെലോസിറ്റി കുറഞ്ഞു വരിക. ഇവിടെ വെലോസിറ്റി ഡിക്രീസസ്. അപ്പൊ ആക്സിലറേഷൻ ഉണ്ടോ? വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടെങ്കിൽ ആക്സിലറേഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ വെലോസിറ്റി കുറയുന്നത് കൊണ്ട്, സമയം കൂടുന്നതനുസരിച്ച് വെലോസിറ്റി കുറയുന്നത് കൊണ്ട് ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഈ ബോഡിയുടെ വെലോസിറ്റി എത്രയാണ്? സമയം കൂടുന്നതനുസരിച്ച് ബോഡി ഒരു സ്ഥലത്ത് ഡിസ്പ്ലേസ്മെന്റ് ഇരിക്കുവാണ്. സമയം കൂടുന്നതനുസരിച്ച് അവൻ അവിടെ തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എന്നർത്ഥം. അപ്പൊ വെലോസിറ്റി ഉണ്ടോ? ഇല്ല, 0. ആക്സിലറേഷൻ ഉണ്ടോ? 0. ദെൻ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ബോഡി എവിടെയാ? റെസ്റ്റില്ല. ഇത്ര കാര്യം മനസ്സിലായല്ലോ? നോട്ട് എഴുതിയെടുത്തോ, പോസ് ചെയ്ത് നോട്ട് എഴുതിയെടുത്തോ. ഓരോ ഗ്രാഫും ഇമ്പോർട്ടൻ്റ്. ഇതിന്റെ എൻട്രൻസ് ബേസ്ഡ് കണക്ക് നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ. നോക്കി, നമ്മളിപ്പോൾ എന്നാ പഠിച്ചേ? ആക്സിലറേഷൻ A is equal to change average acceleration is equal to change in velocity divided by change in time. നമ്മൾ ഏതെങ്കിലും ഒരു ആക്സിലറേഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് നമ്മൾ പഠിക്കാൻ നോക്കി ഇതായിരിക്കും. ഇതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിന് നമ്മൾ എങ്ങനെ എഴുതാം? dv divided by dt. ഇതെന്നെ സംഭവം അറിയോ? നമ്മൾ ഇതിനെ ഇങ്ങനെയാണ്, ഇത് ആക്ച്വലി ഇങ്ങനെയാണ് d/dt ഓഫ് വെലോസിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ആക്സിലറേഷൻ എന്നാണ് പറയാം. പക്ഷെ നമ്മൾ ഇന്നലെ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞ വീഡിയോയിൽ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dx/dt ആണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി. പഠിച്ച ഓർമ്മയുണ്ടോ? എക്സിന്റെ സ്ഥലത്ത് ചിലപ്പോൾ എസ് ആയിരിക്കും, ചിലപ്പോൾ വൈ ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ആണ് വെലോസിറ്റി. Then my question is, ഈ വിക്ക് ഇതിട്ട് കൊടുത്ത് തന്നെ സംഭവിക്കാൻ നോക്കാം നമുക്ക്. d/dt ഓഫ് വെലോസിറ്റിക്ക് പകരം എന്ത് കൊടുക്കാം?
dx by dt എന്ന് കൊടുക്കാം. dx by dt. d by dt x. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, d സ്ക്വയർ ഡിവൈഡഡ് ബൈ dt സ്ക്വയർ ഓഫ് x. d സ്ക്വയർ ബൈ dt സ്ക്വയർ ഓഫ് x. d സ്ക്വയർ x ബൈ dt സ്ക്വയർ. ഈ സ്ക്വയർ വന്നപ്പോൾ ഡിയും ഡിയും തമ്മിൽ ഗുണിച്ചിട്ടുള്ള സ്ക്വയർ ഒന്നും അല്ല. അങ്ങനെയാണെങ്കിൽ എന്നാ വരണം, ഡി സ്ക്വയർ ടി സ്ക്വയർ എന്നൊക്കെ വരണം. ഡിയും ഡിയും ഡി സ്ക്വയർ ആയി, ടിയും ടിയും ടി സ്ക്വയർ ആയി. ഇതല്ല ഉദ്ദേശിക്കുന്നത്. ഇതെന്നെ ഉദ്ദേശിക്കുന്നത് അറിയോ, ഡി ബൈ ഡി ടി ഓഫ് ഡി എക്സ് ബൈ ഡി ടി. അതായത് ഇതിനെ നമ്മൾ എങ്ങനെ എഴുതി, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ എക്സിനെ നമ്മൾ ഇങ്ങോട്ട് നോക്കി, ഇവിടെ എക്സിനെ നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേഷൻ ചെയ്തു. ഇവിടെ കണ്ടോ, എക്സിനെ നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേഷൻ ചെയ്തപ്പോൾ വെലോസിറ്റി കിട്ടി. അതിനെ നമ്മൾ പിന്നെയും ഡിഫറൻഷിയേഷൻ ചെയ്തു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ സാധനം, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. കേട്ടോ, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയും. ആദ്യത്തെ പ്രാവശ്യം ഉണ്ടോ, ആദ്യത്തെ പ്രാവശ്യം ഇവിടെ ഡെറിവേറ്റീവ് എടുത്ത്. അപ്പോ ചുരുക്കം പറഞ്ഞാൽ, അതായത് ഉത്തമ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ആക്സിലറേഷൻ. അങ്ങനെയും പറയാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ആക്സിലറേഷൻ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റിയും സെക്കൻഡ് ഡെറിവേറ്റീവ് ആക്സിലറേഷൻ. ശരിക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി സാമ്പിൾ പ്രോബ്ലത്തിലേക്ക് കയറാം. അപ്പൊ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായിക്കോളും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. വെലോസിറ്റി ഓഫ് എ ബോഡി ഗിവൺ ബൈ v equal to t cube plus t. Then find acceleration a at t equal to 2 seconds. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ dv by dt. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. പിന്നെ എന്തിനാ ഇവിടെ എഴുതിയേ? നമ്മൾ ചോദിച്ചേക്കുന്ന ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ആണോ? അതെ, അറ്റ് സെക്കൻഡ്സ്. ടൈം t equal to 2 സെക്കൻഡിൽ എത്രയാണ് ചോദിച്ചേക്കുന്നത്? അപ്പൊ ചോദിച്ചേക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. dv by dt എന്ന് പറഞ്ഞാൽ d by dt ഓഫ് v എന്ന മക്കളെ t ക്യൂബ് പ്ലസ് t. ഡിഫറൻഷിയേഷൻ ആണ് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങൾ ഇക്വേഷൻ വെച്ച് ചെയ്യണം. ഓർമ്മ ഞാൻ പറഞ്ഞതാണ്. d by dt ഓഫ് t ക്യൂബ് പ്ലസ് d by dt ഓഫ് t. ഡിഫറൻഷിയേഷന്റെ സമയത്ത് പ്ലസ് ആണെങ്കിൽ എനിക്ക് ഓരോന്നിലേക്കും അപ്ലൈ ചെയ്യാം എനിക്കറിയാം. d by dt ഓഫ് t ക്യൂബ് 3t സ്ക്വയർ. കാരണം t x raised to n ന്റെ ഡിഫറൻഷിയേഷൻ n into x raised to n minus 1 ആണ്. ഇവിടെ x ന് പകരം t ആണ്. പ്ലസ് d by dt ഓഫ് t, dt by dt വെട്ടിപ്പോയി 1. ആക്സിലറേഷൻ ജനറൽ ഇക്വേഷൻ കിട്ടി 3t സ്ക്വയർ പ്ലസ് 1. ആക്സിലറേഷൻ അറ്റ് t equal to 2 means 3 into t യുടെ സ്ഥാനത്ത് 2 കൊടുക്കുക. 2 സ്ക്വയർ പ്ലസ് 1. 3 into 4 12 പ്ലസ് 1 is 13 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആൻസർ കിട്ടി. പോസ് ചെയ്തോ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബൈ t സ്ക്വയർ പ്ലസ് 3t ക്യൂബ്. then acceleration at third second. ഡിസ്പ്ലേസ്മെന്റ് തന്നേക്കാണ്, പോസ് ചെയ്തിട്ട് പെട്ടെന്ന് ഇരിക്കും. t സ്ക്വയർ പ്ലസ് 3t ക്യൂബ്. ചോദിച്ചേക്കുന്നത് t ഈക്വൽ ടു 3 സെക്കൻഡ്സിലാണ്. ആക്സിലറേഷൻ ആയി വെച്ചേക്കുന്നത് അല്ലേ? തന്നേക്കുന്ന ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് വെലോസിറ്റി. അതായത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഡിഫറൻഷിയേഷൻ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. which is equal to
2 സ്ക്വയറിന്റെ ഡിഫറൻഷിയേഷൻ 2t 3t ക്യൂബിന്റെ 3 into 3 9t സ്ക്വയർ. ഓഹോ, എനിക്കറിയാം ആക്സലറേഷൻ കാണാൻ വേണ്ടി ഞാൻ വെലോസിറ്റിനെ ഒന്നും കൂടി ഡിഫറൻഷിയേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ 2 പ്രാവശ്യം ഡിഫറൻഷിയേഷൻ ചെയ്യണം. d സ്ക്വയർ s ബൈ dt സ്ക്വയർ. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, ഇവനെ ഒന്നും കൂടി ചെയ്താൽ മതി. 2t-ന്റെ 2 പ്ലസ് 9t സ്ക്വയറിന്റെ 18t. ചോദിച്ചേക്കുന്നത് തേർഡ് സെക്കൻഡ്. അപ്പൊ ആക്സിലറേഷന്റെ ജനറൽ ഇക്വേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ അറ്റ് തേർഡ് സെക്കൻഡ് ഈസ് ഈക്വൽ ടു എന്നാ വരും മക്കളെ? 2 പ്ലസ് ടീൻ്റെ അവിടെ എന്ത് കൊടുക്കാം? 3 കൊടുക്കുക. 2 പ്ലസ് 18 3 30 24 54 56 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ കണക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് തന്നാൽ ഞാൻ 2 പ്രാവശ്യം ഡിഫറൻഷിയേഷൻ ചെയ്യണം. വെലോസിറ്റി തന്നാൽ 1 പ്രാവശ്യം ഡിഫറൻഷിയേഷൻ ചെയ്താൽ എനിക്ക് ആക്സിലറേഷന്റെ ജനറൽ ഇക്വേഷൻ കിട്ടും. 2 കേസിലും ആക്സിലറേഷന്റെ ജനറൽ ഇക്വേഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടെ ടൈമിന്റെ അവിടെ ഏതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അതിന് ഇട്ട് കൊടുക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബൈ t ക്യൂബ് മൈനസ് 6t സ്ക്വയർ. ഇത് നമ്മുടെ അലപ്പാണ്ടെ സാറിന്റെ വീഡിയോയിൽ കണ്ടതാണ് ഈ ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യൻ. ഫൈൻഡ് ആക്സിലറേഷൻ വെൻ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ആക്സിലറേഷൻ വെൻ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമ്മൾ ചോദിച്ചേക്കുന്ന ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ കാണാൻ വേണ്ടി ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യണം? 2 പ്രാവശ്യം ഡിഫറൻഷിയേഷൻ ചെയ്യണം. d സ്ക്വയർ s ബൈ dt സ്ക്വയർ. നമുക്ക് ഓരോ പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്യാന്ന് പറഞ്ഞാൽ 1 പ്രാവശ്യം ചെയ്യുക, അതിന് പിന്നെയും ചെയ്യാം. അപ്പോൾ ds ബൈ dt എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റിയാണ്. അതെന്നാ കിട്ടും? 3t സ്ക്വയർ മൈനസ് 12t. 6t സ്ക്വയറിന്റെ ഡിഫറൻഷിയേഷൻ എങ്ങനെയാ നോക്കിയേ. if y is equal to kx raised to n, dy by dx is k constant ആണ്, പുറത്തെടുക്കാം. x raised to n ന്റെ ഡിഫറൻഷിയേഷൻ n into x raised to n minus 1. 6 ഞാൻ പുറത്തേക്ക് എടുത്തു, ബാക്കി 2 ഉണ്ട്. അപ്പോൾ 6 into 2 into t raised to 2 minus 1. d സ്ക്വയർ s ബൈ dt സ്ക്വയർ ആണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ dv ബൈ dt. ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേഷൻ ചെയ്യണം. 3t സ്ക്വയറിനെ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ 6t മൈനസ് 12. ചോദിച്ചേക്കുന്ന ആക്സിലറേഷൻ വെൻ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. അയ്യോ, ഇവിടെ ടൈം അവർ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഏത് സമയത്തിലാണ് ചോദിച്ചേക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. വന്നിട്ടുണ്ട് ബോഡി ഈസ് അറ്റ് റെസ്റ്റ് എന്ന്. ബോഡി ഈസ് അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി 0 ആണ്. ഓ, അപ്പൊ ടൈം കാണാൻ വേണ്ടി ടു ഫൈൻഡ് ദ ടൈം v equal to 0, വെലോസിറ്റി 0 ആണ് when body is at rest. അപ്പൊ അങ്ങനെയെങ്കിൽ വെലോസിറ്റി എന്താ നമുക്ക് കിട്ടിയിരുന്നത്? 3t സ്ക്വയർ മൈനസ് 3t സ്ക്വയർ മൈനസ് 12t ഈക്വൽ ടു 0. മക്കളെ ഇവിടുന്ന് t പുറത്തേക്ക് എടുത്ത് ബാക്കി ആരുണ്ട്? 3t മൈനസ് 12 ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ 0 ആകണമെങ്കിൽ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്നുകിൽ t 0 ആയാൽ മതി, അല്ലെങ്കിൽ ഇത് 2 ഗുണനല്ലേ, t ഇൻറ്റു ബ്രാക്കറ്റിലെ ഒരു സംഖ്യ. 2 ഗുണിക്കാൻ നേരത്തെ ഒരു സാധനം 0 ആകണമെങ്കിൽ ഒന്നുകിൽ ഗുണിക്കുന്ന ആള് 0 ആകണം, അതേ പറ്റുള്ളൂ. ഒന്നുകിൽ ഇവൻ 0 ആകണം, അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റിലെ ഈ നമ്പർ 0 ആകണം. ഒന്നുകിൽ t ഈക്വൽ ടു 0 ഒരു ഇക്വേഷൻ, അല്ലെങ്കിൽ 3t മൈനസ് 12 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ 3t ഈക്വൽ ടു 12, t ഈക്വൽ ടു 4. 12/3 അങ്ങോട്ട് പോയി
12 ചെയ്യാം. 12 ഡിവൈഡ് ബൈ 3 എന്ത് കിട്ടി? 4 കിട്ടി. അപ്പൊ ഈ ബോഡി റെസ്റ്റിലിരിക്കുന്ന രണ്ട് സിറ്റുവേഷൻ, ഒന്ന് ടൈം 0 ആകുമ്പോൾ അല്ലെങ്കിൽ ടൈം 4 ആകുമ്പോൾ. ടൈം 0 എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ കണ്ടീഷനിൽ, അതായത് കോമൺ സെൻസ് അല്ലേ, ഇനീഷ്യൽ കണ്ടീഷനിൽ ബോഡി എന്തായിരുന്നു? റെസ്റ്റ് ആയിരുന്നു. പിന്നല്ലേ ചലിക്കാൻ തുടങ്ങി. പിന്നെ രണ്ടാമത്തെ എന്നതാ? ടി ഈക്വൽ ടു 4. അപ്പൊ നമ്മൾ എടുക്കുന്ന എന്നതാ? ടി ഈക്വൽ ടു 4. അപ്പോ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ആക്സിലറേഷൻ വെൻ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാല് at t equal to 4 body is at rest, then acceleration is equal to 6 into 4. t യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 4 മൈനസ് 12. 6 into 4 24 മൈനസ് 12 എന്ന് പറഞ്ഞാൽ 12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മനസ്സിലായോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് വെലോസിറ്റി അറ്റ് t equal to 2. വെലോസിറ്റി ഇക്വേഷൻ എന്നാ? 3t സ്ക്വയർ മൈനസ് 12t. അപ്പൊ ടിയുടെ അവിടെ എന്ത് ഇട്ട് കൊടുത്താൽ മതി? 2 ഇട്ട് കൊടുത്താൽ മതി. ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ 3 സെക്കൻഡ്സ്. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്നാ? t ക്യൂബ് മൈനസ് 6t സ്ക്വയർ. അപ്പൊ 3 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വേണ്ടി ഈ ടിയുടെ അവിടെ എന്ത് കൊടുക്കുക? 3 ഇട്ട് കൊടുക്കുക. 3 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 3 സ്ക്വയർ. അത് രണ്ടും ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ഹോംവർക്ക് ചെയ്തു. സിമ്പിൾ അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു. The displacement versus time graph of a particle moving along a straight line is shown in the figure. Draw velocity versus time and acceleration versus time graph. തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. x equal to 4t സ്ക്വയർ. ഇങ്ങോട്ട് പറഞ്ഞേക്കാണ് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫും ആക്സിലറേഷൻ വേഴ്സസ് ടൈം ഗ്രാഫും വരയ്ക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഇത്ര നേരം കണ്ടുപിടിച്ചാൽ മതി, ഏതെങ്കിലും ഒരു പോയിന്റിലെ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അവർ ചോദിച്ചേക്കുന്നത് ഇപ്രാവശ്യം വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. തന്നേക്കുന്നത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട് x equal to 4t സ്ക്വയർ. ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെലോസിറ്റി കാണാൻ വേണ്ടി എന്താ ചെയ്തിരുന്നത്? ഡിഫറൻഷിയേഷൻ ചെയ്യുക ചെയ്തിരുന്നത്. അതേപോലെ ചെയ്ത് നോക്കി, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ കണക്ക് ചെയ്ത് നോക്കി കിട്ടുമെന്ന്. ഡിസ്പ്ലേസ്മെന്റ് x is equal to 4t സ്ക്വയർ, വെലോസിറ്റി ഈക്വൽ ടു dx by dt is equal to 4t സ്ക്വയറിന്റെ ഡിഫറൻഷിയേഷൻ 8t. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വേണമെങ്കിൽ വരയ്ക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു കോളം വരച്ചു. ഗ്രാഫ് വരയ്ക്കാൻ ആദ്യം കോളം വരയ്ക്കും. വെലോസിറ്റിയും ടൈമും 0 ആണെങ്കിൽ 0 കൊടുത്താൽ 0 × 8 0, 1 കൊടുത്താൽ 1 × 8 8, 2 കൊടുത്താൽ 1 × 2 × 8 16, 3 കൊടുത്താൽ 3 × 8 24, 4 കൊടുത്താൽ 4 × 8 32. ഓക്കെ, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു dv by dt. വെലോസിറ്റിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 8t ഡിഫറൻഷിയേഷൻ 8. അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പിന്നെ ഒരു കോളം വരയ്ക്കണം. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് 0 1 2 3. 0 കൊടുത്താൽ 8 തന്നെ, 1 കൊടുത്താലും 8 തന്നെ. ഇവിടെ ടി എന്ന് പറഞ്ഞ ടൈം ഇല്ലല്ലോ. 1 കൊടുത്താലും 8, 2 കൊടുത്താലും 8, 3 കൊടുത്താലും 8. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫ് വരച്ചാൽ മതി. വെലോസിറ്റി ടൈം ഗ്രാഫ് 1 2 3 4. എന്ത് കൊടുക്കാം? 8 16 24 32. 1 2 3 4 5. 1 എത്ര മക്കളെ? 1 8, 0 ൽ 0, 1 8, 2 16, 3 24, 4 അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി v is equal to 8t. അടുത്ത വെച്ചേക്കുന്നത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ്
1 2 3 4 1 2 3 4 ഇത് 0 5 10 15 20 ഒന്നെടുത്താൽ എത്ര 0-ൽ 8 ആണ് 0-ൽ 8 പകുതി 8 ഒന്നിലും 8 രണ്ടിലും 8 മൂന്നിലും 8 അപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ ഇതാണ് ആക്സലറേഷൻ a = 8 ഇത്രേ ഉള്ളൂ 8 m/s² എന്നോ എന്തുകൊണ്ട് എഴുതും ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു സാമ്പിൾ പ്രോബ്ലംസ് നമ്മൾ എടുത്തു കഴിഞ്ഞു അപ്പോൾ ആക്സിലറേഷനുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ കൈനമാറ്റിക് ഇക്വേഷൻസ് അപ്പോൾ ഇത് വൃത്തിയായി പഠിച്ചോളാം ബാക്കി പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യും